Hello children, let us continue with the discussion on every drop counts. Here we are looking at the importance of water, how important water is, and in the previous session we also saw of rainwater harvesting. Rainwater harvesting endana, enganeyekana rainwater harvesting cheyyunnathu. All these things we saw in our previous session. അതായത് വാട്ടറിനെ നമ്മൾ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ചാനൽ ഇറ്റ് ടു ഡിഫറെൻറ്റ് വാട്ടർ സോഴ്സസ് അല്ലേ. either വി ചാനൽ ഇറ്റ് ടു വി സ്റ്റോർ ഇറ്റ് ഇൻ എ വാട്ടർ ടാങ്ക്, ഇല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിലേക്ക്, ഇല്ലെങ്കിൽ ഏതെങ്കിലും വെല്ലിലേക്ക്, ഓൾ ദീസ് തിങ്സ്. അപ്പം അങ്ങനെ റീയൂസ് ചെയ്യാൻ പാകത്തിന് റൺ ഓഫ് ചെയ്യണം. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴുകി പോണ വെള്ളത്തിനെ ചാനലൈസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. Have you ever seen a step well? Look at the picture. Can you imagine by looking at the picture that the steps go down several stories deep? Instead of drawing the water up from the well, the people could go down the steps and reach the water. This is why they are called step wells. We have not seen such things. We might have seen water bodies. അതിൻ്റെ ചുറ്റും സ്റ്റെപ്സ് ഒക്കെ ഉള്ളത് പോലെയൊക്കെ കണ്ടിട്ടുണ്ടാവും. But step wells നമ്മുടെ ഇവിടെ അത്ര കോമൺ അല്ല. Because we are not a place wherein we have water shortage. We have lot of water bodies. But ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികം വൈകാണ്ട് നമ്മളും വാട്ടർ ഷോർട്ടേജ് ഉള്ള പ്ലേസ് ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ. ബിക്കോസ് വി നെവർ പ്രൊട്ടക്ട് അവർ വാട്ടർ ബോഡീസ്. വി ആർ നോട്ട് പ്രിസർവിങ് അവർ വാട്ടർ ബോഡീസ്. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് തന്നെ ഒഴുകിപ്പോവും. ഇറ്റ് ജസ്റ്റ് ഡ്രെയിൻസ് ഓഫ് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് സ്റ്റോർഡ് പ്രോപ്പർലി. എവിടെയെങ്കിലും 1-2 ഡാംസ് ഉണ്ട് എന്നല്ലാണ്ട് റിവേഴ്സിലോ ലേക്സില് പോൺസില് ഇങ്ങനെയുള്ള എവിടെയൊന്നും റിവേഴ്സിലൊക്കെ വെള്ളം മഴ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ റിവേഴ്സിലേക്ക് വെള്ളം ഒഴുകി പോണത് കാണാം. അവിടെയൊക്കെ യു വിൽ സി ഡ്രൈ റിവേഴ്സ് അറൗണ്ട് അല്ലേ. Earlier it never used to be like this. Water used to remain in the rivers for longer period of time. Summer season വരുമ്പോൾ മാത്രമാണ് വാട്ടർ ബോഡീസിൽ വെള്ളം ഇല്ലാണ്ടിരുന്നത്. ബട്ട് ഡ്യൂ ടു എക്സ്പ്ലോയിറ്റേഷൻ, സാൻഡ് മൈനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം ഈവൻ റിവേഴ്സിൽ പോലും വെള്ളം പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണില്ല. ഇറ്റ് ജസ്റ്റ് ഗെറ്റ്സ് വാഷ്ഡ് അവേ ടു എല്ലാം ഒഴുകി തിരിച്ച് ഓഷ്യനിലേക്ക് പോകണം. ഗ്രൗണ്ട് വാട്ടറിലേക്ക് പോണത് പോലെയും ഇല്ല അല്ലേ. മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ആർ കോൺക്രീറ്റഡ്. സോ ദർ ഈസ് നോ വേ ദാറ്റ് വാട്ടർ ക്യാൻ. നമ്മള് കഴിഞ്ഞ ദിവസം പെർക്കലേഷൻ എന്നൊരു വേർഡ് കണ്ടു. സോയിലിൽ കൂടെ അത് ഫിൽറ്റർ ചെയ്ത് സോയിലിൽ കൂടെ അത് വെള്ളത്തിലേക്ക് ഒഴുകി പോണതിനെയാണ് നമ്മൾ സീപ്പ് ചെയ്തിട്ട് ഗ്രൗണ്ട് വാട്ടറിലേക്ക് പോയി ചേരുന്നതിനെയാണ് നമ്മൾ പെർക്കലേഷൻ എന്ന് പറയുന്നത്. ഈവൻ ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ബിക്കോസ് all the places are concreted. എല്ലാവരുടെയും കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ നീറ്റാക്കി വെച്ചിരിക്കുകയാണ് അല്ലെ. വി ഫീൽ ഇറ്റ് ഇസ് നീറ്റ്, ബട്ട് ആക്ച്വലി നമ്മൾ വാട്ടറിനെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് പോകാനുള്ള എല്ലാ സോഴ്സസും അടക്കിയാണ്. ഓക്കെ, സോ ദെൻ വി സോ പണ്ടത്തെ കാലത്ത് ട്രാവലേഴ്സിന് ട്രാവൽ ചെയ്യുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വീടുകളുടെ മുന്നിൽ വെള്ളത്തിന്റെ പാത്രം വെക്കുക, അങ്ങനത്തെ കുറെ ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദീസ് ഡേയ്സ് വി ഡോണ്ട് യൂസ് എനി ഓഫ് ദോസ് ഫെസിലിറ്റീസ്. ഇപ്പം നമ്മൾ എന്താ ചെയ്യുക, കടയിൽ പോവും, വാട്ടർ ബോട്ടിൽ വാങ്ങും അല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ പോലും earlier days and all, when people used to travel, bottled water was not this common. So what we used to do, നമ്മളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിന് കുറച്ചു നേരം നിൽക്കണം. ഐ എം ടോക്കിംഗ് അബൌട്ട് ലോങ് ഡിസ്റ്റൻസ് ജേർണീസ്. ഓക്കെ, സോ കുറേ ലോങ് ഡിസ്റ്റൻസസിനൊക്കെ പോവാണ്. 2 days അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് മച്ച് വാട്ടർ വി കനോട്ട് ക്യാരി അല്ലേ. വി യൂസ് ടു ക്യാരി വലിയ ക്യാൻസിലൊക്കെ വെള്ളം കൊണ്ടുപോകും. എന്നിട്ട് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ നേരം നിൽക്കുന്ന സ്റ്റേഷനിൽ റീഫില്ലിംഗ് ഉണ്ട്. വാട്ടർ ഡ്രിങ്കിങ് വാട്ടറിന്റെ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസസ് ഉണ്ട്. വി യൂസ് ടു ഫിൽ ടാപ്പ് വാട്ടർ. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വെള്ളമൊക്കെ ഫിൽ ചെയ്തിട്ട് ട്രാവൽ ചെയ്ത് childhood ഒക്കെ we had such childhood. But these days most of us buy bottled water അല്ലേ. എവിടേക്കെങ്കിലും ദൂരെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ of course we carry little water with us, but once it gets
once നമ്മൾ carry ചെയ്ത വെള്ളം finish ആയി കഴിഞ്ഞാൽ we buy water from outside. Okay, customs related to water. Even today, people get water from very old lakes, dharas, step wells, and nalas. There are different water sources and local names. And many customs and festivals are related to water. At some places, whenever lakes get filled up with rainwater, people gather around the lake to celebrate. See the bride of Uttarakhand in this picture. After getting married, she has come to the new village. She bows to the spring or the pond. In cities, one can see an interesting form of this custom. The new bride worships the tap in her home. Can we imagine life without water? So, this is just to show like how much people in olden days respected avarku vellatinodu itra respect undairunnu. They knew it is very precious and how much എന്താ പറയുക അതിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വാട്ടർ ബോഡീസിനെ പൂജിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. യു മൈറ്റ് ഹവ് സീൻ പീപ്പിൾ വർഷിപ്പിംഗ് ഗംഗ, റിവർ ഗംഗ അല്ലേ? നോർത്ത് ഇന്ത്യൻസ് ഒക്കെ റിവർ ഗംഗ എന്ന് പോലും പറയില്ല. അവരൊക്കെ പറയണത് മാ ഗംഗ മയ്യ ഇല്ലെങ്കിൽ ഗംഗ മാത എന്നൊക്കെയാണ് പറയുക. നമ്മളെ മാതിരി റിവർ ഗംഗ എന്ന് പോലും അവര് പറയില്ല അല്ലേ? അപ്പൊ അങ്ങനെയാണ് അവര് അങ്ങനെയുള്ള വാട്ടർ ബോഡീസിനെയൊക്കെ. ഗംഗ ഇസ് സപ്പോസ് ടു ബി വെരി പ്രഷ്യസ്. അപ്പൊ അവിടെയുള്ള ആൾക്കാര് ഗംഗാ ആരതി എന്ന് പറഞ്ഞിട്ട് ഗംഗാ മാതാവിനെ പൂജിക്കുന്ന പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ദെൻ കസ്റ്റംസ് റിലേറ്റഡ് ടു വാട്ടർ ഇൻ our own state of Kerala. Neela, temple festivals ആയിട്ട് ആറാട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ. ഐ എം നോട്ട് ഷുവർ ഇഫ് യു ഹവ് ഹേർഡ് ഓഫ് ഇറ്റ്. There is a temple festival called ആറാട്ട് performed in many different temples. അപ്പൊ ആ ടെമ്പിൾ ഫെസ്റ്റിവലിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെമ്പിളിൽ പൂജിക്കുന്ന ഡേറ്റിനെ ഇറ്റ് ഈസ് ബ്രോട്ട് ഔട്ട് ഓഫ് ദ സാങ്ക്ടം സാങ്ക്ടോറം ഓഫ് ദ ടെമ്പിൾ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ എ ഡിപ്പ് ഇൻ ദ ടെമ്പിൾ പോണ്ട്. അതായത് ഇപ്പൊ ക്ഷേത്രത്തിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് കുളങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് ആറാട്ട് ഫെസ്റ്റിവൽ നടത്തുക. സോ the deity is brought out and it is given it is called a holy dip. വിഗ്രഹത്തിനെ അവര് വെള്ളത്തില് മുക്കി എടുത്ത് പൂജിച്ച് ഇറ്റ് ഇസ് കെപ്റ്റ് ബാക്ക് ഇൻ ദ ടെമ്പിൾ. അപ്പൊ എന്താ പറയാ, ഇതിനെയാണ് ആറാട്ട് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ആലുവയില് ആലുവ മഹാദേവ ടെമ്പിളില് ദ ടെമ്പിൾ ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് പെരിയാറിന്റെ നടുക്കാണ് ആലുവ മഹാദേവ ടെമ്പിൾ സിറ്റുവേറ്റഡ് ആയിരിക്കുന്നത്. സോ ഡ്യൂറിങ് ഹെവി റെയിൻസ് ടെമ്പിള് വന്നിട്ട് വെള്ളത്തിൽ മുങ്ങും. അപ്പൊ ആ എന്നാണോ അത് മുങ്ങണത് അതിനെയാണ് അവിടുത്തെ ആറാട്ട് ഫെസ്റ്റിവൽ ആയിട്ട് പീപ്പിൾ സെലിബ്രേറ്റ് ചെയ്യണത്. ദേ ഡു നോട്ട് ബ്രിങ് ദ ഡേറ്റി ഔട്ട് ഓഫ് ദ സാങ്ക്ടം സാങ്ക്ടോറം ഇൻ അതർ ടെമ്പിൾസ്. ബാക്കിയുള്ള ടെമ്പിൾസിലൊക്കെ പുറത്ത് കൊണ്ടുവന്നിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ടെമ്പിൾ പോണ്ടിലോ ഇല്ലെങ്കിൽ റിവറിലോ ഒക്കെ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് പൂജ ചെയ്യും എന്ന് പറഞ്ഞു. അതാണ് ആറാട്ട് ഫെസ്റ്റിവൽ. ബട്ട് ആലുവ മഹാദേവ ടെമ്പിളില് ഡേറ്റിയെ പുറത്തേക്കും കൊണ്ടുവരില്ല. ഹെവി റെയിൻസ് വരുമ്പോൾ ടെമ്പിള് വെള്ളത്തിന്റെ അടിയിൽ പോവും. അങ്ങനെ എന്നാണോ കംപ്ലീറ്റ് ആയിട്ടും ഡേറ്റി അതില് മഴവെള്ളത്തിൽ മുങ്ങണത് അതിനെയാണ് അവിടുത്തെ ആറാട്ട് ഫെസ്റ്റിവൽ ആയിട്ട്. ജസ്റ്റ് ഈ കസ്റ്റംസ് ഒക്കെ പറഞ്ഞപ്പം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈവൻ ക്രിസ്ത്യാനിറ്റിയില് അവര് ബാപ്റ്റിസം ചെയ്യുമ്പോൾ അല്ലേ, അപ്പോഴും അവര് പറയണത് അത് തന്നെയാണ്, ഹോളി ഡിപ്പ് എന്നാണ് പറയണത്. ഐ ഡോണ്ട് നോ ഹൗ എക്സാക്ട്ലി ഇറ്റ് ഇസ് പെർഫോം, ബട്ട് ബേബീസിനെ അവര് വെള്ളത്തില് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ എന്തോ ഒരു കസ്റ്റമാണ്. സോ ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് വാട്ട് എക്സാക്ട്ലി ദ ഫങ്ഷൻ ഇസ്. ബട്ട് ദർ അഗെയിൻ അവിടെ ഒരു ഹോളി ഡിപ്പ് കൊടുക്കുകയാണ് ആ ബേബിക്ക്. ദറ്റ് ഈസ് ഹൗ ദേ ഇൻഡക്ട് ദറ്റ് ചൈൽഡ് ഇൻ ടു ക്രിസ്ത്യാനിറ്റി. അപ്പൊ അതിനെയാണ് അവര് ബാപ്റ്റിസം എന്ന് പറയുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് ദർ ഇസ് എനി such custom related to holy water in Islam. So that is about ഇത് എന്താ പറയുക, ഇത് കോമൺ ആയിട്ട് നമ്മള് അമ്പലങ്ങളിലൊക്കെ കണ്ടുവരുന്നതായതുകൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. Is there a lake, well or step well near your house or school?
visit it and find out more about it. How old is it? Who got it built? What kind of buildings are around? There's a pond near my house. Lake onnualla, oru cheriyoru kolam. It should be around hundreds of years old. People don't even know who got it built. What kind of buildings are around it? Idinte chuttum there are so many residential houses around it. Then residential area, so there are many houses around it, and there's a temple nearby it, or a playground under all those things. Is the water clean? Is it cleaned regularly? The water is not clean, and it is not cleaned regularly as well. Who all use the water? Some people nearby use it for they don't use it for drinking water, but for cleaning their clothes and taking bath, they use it for such purposes. Is there any festival celebrated at this place? As I mentioned, there's a temple nearby that celebrates its Arata festival in that particular water body. Is there any water today, or is it dry? There is still water in that pond. So you can find a water body near your place, and you can write നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഇതുപോലത്തെ ഏതെങ്കിലും വാട്ടർ ബോഡീസ്, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളതോ ഇല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന്റെ വീട്ടിൻ്റെ അടുത്തുള്ളതോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് അബൌട്ട് ഇറ്റ്. In 1986, there was no rain in Jodhpur and the surrounding areas. People remembered the old and forgotten step well, Bauli. They cleaned the step well, and more than 200 trucks of garbage was taken out of it. People of the area collected money. The thirsty town got water from the step well. After few years, it rained well, and again the step well was forgotten. ഇതൊക്കെ തന്നെയാണ് നമ്മുടെയും അവസ്ഥ, അല്ലേ? നല്ലതുപോലെ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ we are not even bothered about what is happening around. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരാൻ, അതായത് വാട്ടർ ബോഡീസ് ഒക്കെ ഡ്രെയിൻഡ് ആയി തുടങ്ങുമ്പോഴാണ് പതുക്കെ നമ്മൾ അതിനെ പറ്റിയിട്ട് ചിന്തിച്ചു തുടങ്ങുക. ബട്ട് ദാറ്റ് ഷുഡ് നോട്ട് ബി ദ കേസ്. We should understand the importance of water in our daily life. അല്ലേ? വെള്ളം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. Everyone knows that we cannot live without water. So water should be given. It should be considered very important, and we should save every drop that we can. നമ്മളെ കൊണ്ട് പറ്റണത്ര വെള്ളം വേസ്റ്റ് ചെയ്യാണ്ട് ഉള്ള വെള്ളം പ്രോപ്പറായിട്ട് സേവ് ചെയ്തിട്ട് we should move forward. So with that, we'll stop today's session, children. We'll look the rest in our next session. Please go through the video. In case if you have any doubts, please do post it in the stream. That's all for today. Thank you and take care.